ദ വേർഡിക്ട് നവാഗതനായ കൃഷ്ണശങ്കർ സംവിധാനം ചെയ്ത് ശ്രുതി ഹരിഹരൻ, വരലക്ഷ്മി ശരത് കുമാർ, സുഹാസിനി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ വന്ന ഈ തമിഴ് കോർട്ട് റൂം ഡ്രാമ ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. അമേരിക്കയിലെ ഒരു മൾട്ടി മില്യണയർ ആയ സുഹാസിനി അവതരിപ്പിക്കുന്ന എലീസ എന്ന കഥാപാത്രം കൊല്ലപ്പെടുന്നു. ഇതൊരു കൊലപാതകമാണെന്നും അത് ചെയ്തത് സുഹാസിനിയുടെ ഉറ്റ സുഹൃത്തായ ശ്രുതി ഹരിഹരനാണെന്നും പോലീസിന് സംശയം തോന്നുന്നു. തുടർന്ന് നടക്കുന്ന അന്വേഷണവും സംഭവങ്ങളുമാണ് ഈ സിനിമ പറയുന്നത്. ഫസ്റ്റ് ഹാഫ് ഒരു കോർട്ട് റൂം ഡ്രാമ മാത്രമാണ്. പടം സെക്കൻഡ് ഹാഫിലാണ് കുറച്ചുകൂടി ഒരു മിസ്റ്ററി ത്രില്ലർ സ്വഭാവം കാണിക്കുന്നത്. പേഴ്സണലി എനിക്ക് സെക്കൻഡ് ഹാഫ് ആണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. സ്ത്രീ കഥാപാത്രങ്ങൾ മെയിൻ ആയിട്ട് വരുന്ന പടമാണ്. അതും US കംപ്ലീറ്റ്ലി ഷൂട്ട് ചെയ്ത പടമാണ്. അത് വെറൈറ്റി ആയിരുന്നു. ഒരു തമിഴ് പടം കണ്ട ഫീലും അത്രയ്ക്ക് വരുന്നില്ലായിരുന്നു. ക്ലൈമാക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്രതയായിട്ട് വന്ന ശ്രുതി ഹരിഹരൻ നല്ല പെർഫോമൻസ് ആയിരുന്നു, പ്രത്യേകിച്ച് കോർട്ട് റൂം രംഗങ്ങളിലും ഇമോഷണൽ പോർഷനുകളിലും. US വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വക്കീൽ എന്ന രീതിയിൽ വരലക്ഷ്മി വളരെ കൺവിൻസിംഗ് ആയിട്ട് തന്നെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. വരുണായിട്ട് വന്ന പ്രകാശ് മോഹൻദാസിന്റെ പ്രകടനം ഒരു ഓക്കെ ഫീൽ മാത്രമാണ് തന്നത്. സുഹാസിനി പതിവ് പോലെ പുള്ളിക്കാരുടെ ക്യാരക്ടർ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി അമേരിക്കക്കാരായിട്ടുള്ള കുറച്ച് കഥാപാത്രങ്ങൾ, കുറച്ച് നേഴ്സുമാർ, ഇവരെല്ലാവരും വളരെ തല്ലിപ്പൊളി പെർഫോമൻസ് ആയിരുന്നു. ടെക്നിക്കലി പടം അത്ര മികച്ചതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ക്യാമറ, എഡിറ്റിംഗ് ഒക്കെ വളരെ ബേസിക്, നോർമൽ എന്ന് മാത്രം പറയാം. 2 പാട്ടുകൾ കുത്തിത്തിരിയിട്ടുണ്ട്, 2ന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. നെഗറ്റീവ്സ് ഞാനിപ്പോ തന്നെ കുറച്ച് പറഞ്ഞു. ആക്ടിങ് പലരുടെയും വളരെ മോശമാണ്, അനാവശ്യ പാട്ടുകൾ, പ്രൊഡക്ഷൻ ക്വാളിറ്റിയും അത്ര നന്നായിട്ട് തോന്നിയില്ല. ഒരു സീരിയൽ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം ലുക്ക് പടത്തിനുണ്ടായിരുന്നു. പിന്നെ കഥാപശ്ചാത്തലവും സെറ്റപ്പും ഒക്കെ കൊണ്ട് ക്യാരക്ടേഴ്സിനോടോ ആരോടും നമുക്കൊരു വലിയ ഇമോഷണൽ കണക്ഷൻ ഒന്നും തോന്നുന്നില്ല. കുറെ ലോജിക്കൽ പ്രശ്നങ്ങളും അവിടെ ഇവിടെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കോർട്ട് റൂം സീനുകൾ കുറച്ച് നീളം കൂടുതലുള്ളതായിട്ട് തോന്നി. പിന്നെ പടത്തിൽ ഒരു 70% ഇംഗ്ലീഷാണ് ഡയലോഗ്സ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ചിലപ്പോൾ തമിഴ്നാട്ടിലെ പടം അധികം ഓടാഞ്ഞത്. ആക്ച്വലി ഒരു നല്ല കാര്യമാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം US നടക്കുന്ന കഥയിൽ എല്ലാവരും ഇങ്ങനെ തമിഴ് പറഞ്ഞാൽ നല്ല ബോറായിരിക്കും. സോ ആകെ മൊത്തം ടോട്ടലിൽ ഒരു ഓക്കേയിഷ് പടം, ആവറേജിന് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. റേറ്റിംഗ് പറഞ്ഞാൽ 5.5 ഔട്ട് ഓഫ് 10. മേക്കിംഗ്, പെർഫോമൻസ് ഒക്കെ കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആക്കാമായിരുന്ന ഒരു സിനിമയായിരുന്നു. പടം സൺ നെക്സ്റ്റിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയും. 1 മണിക്കൂർ 58 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ഒന്നുമല്ല. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.